ബിലീവേഴ്സ് ചർച്ച് മെത്രാപ്പൊലിത്ത അത്തനാസിയസ് യോഹാൻ അന്തരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അമേരിക്കയിലെ ഡാലസ് മെത്തഡിസ്റ്റ് ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. സുജു ടി ബാബു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സുജു, ഈ അപകടം, അതിനെ തുടർന്നുണ്ടായിരുന്ന ചികിത്സ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അസിത, ഇന്നാണ് അല്പസമയത്തിന് മുമ്പാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ മെത്രാപ്പൊലിത്ത അത്തനാസിയസ് യോഹന്നാൻ പ്രഥമൻ കാലം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ആതുര സേവന രംഗത്ത് വ്യത്യസ്തമായ അല്ലെങ്കിൽ സാധാരണക്കാരോടൊപ്പം നിന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് വിടവാങ്ങിയിരിക്കുന്നത്. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടം, അതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അമേരിക്കയുടെ സുവിശേഷ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത്. തുടർന്ന് ചികിത്സ നൽകിയെങ്കിലും ഇന്ന് അദ്ദേഹം കാലം ചെയ്യുകയായിരുന്നു. ബിഷപ്പ് തിരുവല്ല നിർണത്ത ഒരു സാധാരണ കുടുംബത്തിലാണ് ബിഷപ്പ് കെ പി യോഹന്നാന്റെ ജനനം. അതിന് സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു. 16-ാം വയസ്സിലാണ് അദ്ദേഹം സുവിശേഷ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് അമേരിക്കയിൽ എത്തുകയും അവിടെ സുവിശേഷ പഠനത്തിൽ ഏർപ്പെടുകയും പിന്നീട് 2003 ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിക്കുന്നത്. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടന സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ചേർന്ന് കൊണ്ടാണ് ഒരു സംഘടന സ്ഥാപിക്കുന്നത്. ജർമ്മൻ സ്വദേശിയായിരുന്ന കിൽസനിലെയാണ് വിവാഹം കഴിച്ചത്. 78-ൽ ഭാര്യയുമായി ചേർന്ന് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടന രൂപീകരിച്ചത് ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്നു. പിന്നീട് റേഡിയോയിലൂടെ പ്രതിദിന ആത്മീയ വചന പ്രഘോഷണമായിരുന്ന ആത്മീയാത്ര എന്ന പ്രോഗ്രാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ കുടുംബങ്ങൾ പലരും അവരുടെ ജീവിതം ആരംഭിക്കുന്നത് പോലും, ഒരു ദിവസം ആരംഭിക്കുന്നത് പോലും ആത്മീയാത്ര എന്ന പ്രഘോഷണം കേട്ടുകൊണ്ടായിരുന്നു. അത്രത്തോളം ജനപ്രീതിയും അതുപോലെ വിശ്വാസികളുടെ ഏറെ ശ്രദ്ധ ആർജിച്ചായിരുന്നു കെ പി യോഹന്നാന്റെ വചന പ്രഘോഷണ ശൈലി. പിന്നീട് 2003 അദ്ദേഹം ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിക്കുന്നു. ആതുര സേവന രംഗത്ത് വേറിട്ട മാതൃക കട്ടിയ സഭാസ്ഥാനമായ തിരുവല്ലയിലാണ് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. 2017 ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ച് എന്ന സഭ പേരുമാറുന്ന ആ സമയത്താണ് സഭയുടെ പ്രഥമ അധ്യക്ഷനായ ബിഷപ്പ് കെ പി യോഹന്നാനെ വിശ്വാസികൾ തെരഞ്ഞെടുത്തത്. സുജു, ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനം? അത്തരം വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ലഭ്യമല്ല. സഭ കൂടുതൽ വിവരങ്ങൾ അറിയിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷമഘട്ടത്തിൽ സഭയോടൊപ്പം നിന്ന ആളുകൾക്ക് ഇവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടാണ് സഭയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ എപ്പിസ്കോപ്പൽ സിനഡ് അടിയന്തരമായി ചേർന്ന് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പ്രഭാത നടത്തത്തിനിടെ കാറിടിച്ച് അദ്ദേഹം ചികിത്സയിലായിരുന്നു. അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്.